അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദിന്റെ നിയമോപദേശം സർക്കാർ പൂഴ്ത്തിവെച്ചു. പാറ്റൂർ ഭൂമി ഇടപാടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി AG നൽകിയ നിയമോപദേശമാണ് സ്വീകരിക്കാതിരിക്കുന്നത്. ഭൂമി കയ്യേറ്റത്തെ സഹായിച്ച ഭരണതലത്തിലുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയാകാമെന്ന് വിജിലൻസ് ഡയറക്ടറായ ജേക്കബ് തോമസിനെ 5 മാസം മുൻപ് അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചിരുന്നു. 2016 ഓഗസ്റ്റ് 5-നാണ് വിജിലൻസ് ഡയറക്ടർക്ക് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് നിയമോപദേശം നൽകിയത്. പാറ്റൂരിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് വിജിലൻസ് ഉൾപ്പെടെ നേരത്തെ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായതിനാൽ തുടർ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. നിയമലംഘനം നടന്നെന്ന് ബോധ്യമായിട്ടും വിജിലൻസ് നടപടി എടുക്കാത്തതിനെയും AG വിമർശിക്കുന്നു. കയ്യേറ്റം നടന്നുവെന്ന് വിജിലൻസിന് നേരത്തെ ബോധ്യമുള്ളതാണ്. ലോകായുക്തയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച് ക്രമക്കേട് കണ്ടെത്തിയതും വിജിലൻസാണ്. കൂടാതെ ജോയ് കൈതാരം എന്നയാൾ നൽകിയ പരാതിയിലെ രേഖകളിൽ നിന്നും ഇക്കാര്യം വിജിലൻസിന് ബോധ്യമുണ്ട്. വിഷയം ഗൗരവമുള്ളതാണെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണവുമുണ്ട്. AGയുടെ ഈ ഉപദേശം പരിഗണിച്ച് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സാഹചര്യമൊരുങ്ങിയിട്ടും 5 മാസത്തിലധികമായി കേസിൽ കാര്യമായ നടപടി വിജിലൻസിൽ നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കയ്യേറ്റക്കാർക്കെതിരെ സർക്കാരിന് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാവുന്നതാണെന്നും AGയുടെ നിയമോപദേശത്തിലുണ്ട്. കയ്യേറ്റക്കാർക്കൊപ്പം ഭരണതലത്തിലുള്ളവരും പ്രോസിക്യൂഷൻ പരിധിയിൽപ്പെടുമെന്ന ഗൗരവമുള്ള പരാമർശമുണ്ടായിട്ടും സർക്കാരിൽ നിന്നും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. LDF സർക്കാർ അധികാരമേറ്റ ശേഷമാണ് അഡ്വക്കേറ്റ് ജനറലായി CP സുധാകര പ്രസാദിനെ നിയമിച്ചത്. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പാറ്റൂരിൽ പിന്നോട്ടു പോക്കോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് അഡ്വക്കേറ്റ് AA റഹീം, BJP വക്താവ് JR പത്മകുമാർ, ലോകായുക്തയെ ഈ വിഷയത്തിൽ സമീപിച്ച ജോയ് കൈതാരത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് PK സുരേഷ് ബാബു എന്നിവർ തത്സമയം ചേരുന്നു. ജോയ് കൈതാരം, ജോസഫ് C മാത്യു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VSന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും.